കേരളത്തിൽ ഹിന്ദുവിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പല പ്രശ്നങ്ങളെ ഒരേപോലെ നേരിടേണ്ട ഒരു സമൂഹമാണ് കേരളത്തിലെ ഹിന്ദുക്കൾ. പല പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും മുഖ്യമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ്. പണം ആവശ്യത്തിനില്ല, കാര്യങ്ങൾ ശരിക്കും ഓടിക്കാൻ കഴിയുന്നില്ല. അതിൻ്റേതായ വ്യഥ പല രംഗങ്ങളിലും ഓരോ കുടുംബത്തിലുമുണ്ട്. ആവറേജ് ഹിന്ദു ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ, കുറച്ച് മുകളിൽ ആവറേജിന് താഴെയുള്ളവരാണ് അധികം പേരും. 60% വരും. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ 60% വരും. മറ്റൊരു ഗ്രൂപ്പിലും ഇല്ലത്, ഒരു സമുദായത്തിലും ഇല്ല. ഹിന്ദുക്കളിൽ ഉള്ള പോലെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നവരെ എല്ലാ വിഭാഗവും അങ്ങനെയാണ്. ഹിന്ദുക്കളുടെ എല്ലാ വിഭാഗവും അതുപോലെയൊക്കെ തന്നെയാണ്, ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. ഈ 40% പേര് ഏകദേശം വലിയ ചടങ്ങില്ലാതൊക്കെ ജീവിച്ചു പോകുന്നേ ഉള്ളൂ. അതിൽ തന്നെ 10% പേരേ ഉള്ളൂ സാമാന്യം നല്ല നിലയിൽ. അത് കഴിഞ്ഞവർ ഏകദേശം വലിയ കഷ്ടപ്പാടില്ലാതെ പോകുന്നു. ഈ ഹിന്ദുക്കൾ ഈ 60% മോശം ഉണ്ടെങ്കിലും അവരൊന്നും പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കും. പൂച്ച പാൽ കുടിക്കുമ്പം കണ്ണടയ്ക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ പൂച്ച വിചാരിക്കുന്ന മറ്റാരും ഇത് കാണുകയില്ലല്ലോ പാൽ കട്ടു കുടിക്കുന്നതെന്ന്. ഇതുപോലെയാണ് ഹൈന്ദവൻ്റെ അവസ്ഥ. ഈ ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞിട്ട് വേണ്ട മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ. മറ്റൊരാൾക്കത് കാണുമ്പോൾ അറിയാം, ആ മറ്റ് കാര്യങ്ങൾ കൊണ്ട് അറിയാം, പല കാര്യങ്ങൾ കൊണ്ടും അറിയാം, വളരെ ഈസിയായിട്ട് മനസ്സിലാകുന്നതാണ്. അങ്ങനെ ദുരഭിമാനത്തിനൊന്നും കാര്യമില്ല. ദുരഭിമാനം കൊണ്ട് ഒന്നും നേടുകയില്ല. വളരെ മോശമായ അവസ്ഥയ്ക്ക് വീണ്ടും നിലനിൽക്കുകയും വീണ്ടും മോശമാവുകയുള്ളൂ. ഈ അവസ്ഥ മനസ്സിലാക്കിയവരാണ് ഈ മതം മാറ്റത്തിന് കൂടുന്നത്. തീരെ ഗതികെട്ട് ജീവിക്കുന്നവനെ മതം മാറ്റാൻ കുറച്ച് എളുപ്പമാണെന്ന് അവർക്കും അറിയാം. അതാണ് കൂടി വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പൊളിച്ചു കൊണ്ടുവന്നത്. ബുദ്ധിമുട്ടിൻ്റെ കൂടുതലുകൊണ്ട് ചിലപ്പോൾ മാറിയെന്ന് വരും. മാറുന്ന ആ നിമിഷം അവൻ ആകെ അങ്ങ് വിഷമമാണ്. ആകെ അങ്ങ് പല രീതിയിലുള്ള മാനസിക വിഷമങ്ങൾ. അക്കാലം അത്രയും ജീവിച്ച മാർഗം വിട്ട് വേറൊരു താളത്തിൽ പോകുക എന്ന് പറയുന്നത് സഹിക്കാനാവുന്നതല്ല ഒരു മനുഷ്യനും. ലോകത്തിലെ ഏത് മനുഷ്യനും അങ്ങനെയാണ്. എന്നിട്ടും അവൻ കടിച്ചു പിടിച്ച് നിൽക്കും. ഹിന്ദു ദുരഭിമാനി ആയതുകൊണ്ട് കേമാണെന്ന് പറയുകയും ചെയ്യും. അവന് അതിൽ കൂടുതലൊരു നരകമില്ലെന്ന് തോന്നും. അവനോട് പൈസ വാങ്ങിച്ചല്ലേ, ഉടനെ തിരിച്ചു പോരാവോ? അതാണ് ഹൈന്ദവൻ്റെ ഒരു ബലഹീനത. പണം വാങ്ങിച്ചു പോയതല്ലേ, ഇനിയിപ്പം എന്ത് കഷ്ടപ്പാടും സഹിച്ചു, എന്തും വിഷമായാലും ഇവിടെ തന്നെ നിൽക്കുക എന്ന് ധരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് ഈ മതം മാറിയിട്ടുള്ള എല്ലാ ഹിന്ദുക്കളും. അവർ സുഖത്തോടെയല്ല ജീവിക്കുന്നത്. നരകതുല്യമായ ജീവിതമാണ് അവർക്ക് പിന്നെ ഉള്ള ജീവിതകാലം വരുന്നത്. ആ ഒരു കുടുംബത്തിന് ഇളം സന്തതി വരുമ്പോഴത്തേക്ക് അത് അത്രയും അറിയത്തില്ല. എന്നാൽ ആ ഒരു തലമുറ അതുപോലെ വ്യഥ അനുഭവിക്കുന്നവരാണ് ഈ മതം മാറിക്കഴിഞ്ഞാൽ. മതം മാറ്റക്കാർ അത് കണ്ടുപിടിച്ചു. മനസ്സറിയാം എവിടെയാണ് ഇതുപോലെ കഷ്ടപ്പെടുന്നതെന്ന്. അതാണ് അവരുടെ ഒരു കണ്ടുപിടിച്ച് അത് അങ്ങ് ആ രീതിയിലാണ് അതിൻ്റെ ആയുധം പ്രയോഗിക്കുന്നത്. പൈസയുടെ ഉള്ള അമിതമായ ബുദ്ധിമുട്ട് മുതലെടുത്തുകൊണ്ടുള്ള മതമാറ്റം. അപ്പം ഇതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കാറുണ്ടോ ആരെങ്കിലും? ഈ പല ഗ്രൂപ്പുകളുണ്ട് ഹൈന്ദവൻ്റെ കൂട്ടത്തിൽ. ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉപദേശിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരാ ഉള്ളത്? ഒരു സമുദായ നേതാവ് പ്രാദേശികമായിട്ടുണ്ടോ? കരിയോഗങ്ങളുണ്ട്, ശാഖകളുണ്ട്, വിശ്വകർമ്മ സംഭവം, ഇവരൊക്കെല്ലാം ഉണ്ട്. സംഘടന നന്നായിട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷെ അവിടെ വേണ്ടത്ര ഉപദേശം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ അവർക്ക്? ആ ഒരു ശാഖയിൽപ്പെട്ട ആ ഒരു കരയോഗത്തിൽപ്പെട്ട എത്ര മെമ്പേഴ്സുണ്ട്? അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ ആ സ്ഥിതിയെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. ഹൈന്ദവൻ്റെ കൂട്ടത്തിൽ ഉള്ളത് അങ്ങനെ അന്വേഷിക്കുകയില്ല. സാമ്പത്തിക സഹായം അല്ല കൊടുക്കേണ്ടത്. അങ്ങനെ എന്ന് കൊടുക്കാൻ ഒക്കുമോ? അവരുടെ ജീവിതം എങ്ങനെ കളിപ്പിടിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ ബിസിനസ് തുടങ്ങി കൊടുക്കുക, ചെറിയൊരു കച്ചവടം. ഞാൻ കണ്ടതാണ്, എൻ്റെ ഒരു പരിചയമുള്ള ഒരാൾ, ഹൈന്ദവ സമുദായത്തിലുള്ള ആളല്ല. അദ്ദേഹം ഒരു ചെറിയ ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ച് ഒരു മുറി, ഈ മടക്ക് തട്ടിയൊക്കെ ഉള്ള തടി കൊണ്ടുള്ള
കൊച്ചു മുറി, ഇടുങ്ങിയൊരു മുറി, വെട്ടുകല്ല് കൊണ്ട് കെട്ടി തേക്കാതെ കിടക്കുക. അവിടെ ഒരു ജ്യൂസ് കട തുടങ്ങി. ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജും ഒക്കെ എങ്ങനെയോ സംഘടിപ്പിച്ചു. 2000 രൂപ കൊടുത്തെന്ന് പറഞ്ഞു. കൊടുത്ത് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് ഈ പച്ചമാങ്ങ അരിഞ്ഞ് മിക്സിയിലിട്ടിട്ട് അടിച്ച്, അത് മിക്സിയും സെക്കൻഡ് ഹാൻഡാ, മിക്സി ആയിട്ട് അടിച്ചിട്ട് അതിനകത്ത് പഞ്ചസാര ചേർത്ത് ഒരു ഗ്രൂപ്പ്, പിന്നെ അതിനകത്ത് ഇഞ്ചി, ഉപ്പ്, മുളക് ചേർത്ത് വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ രണ്ടായിട്ട് ഇത് 2 ടേസ്റ്റിൽ കൊടുക്കുന്നു. നല്ല രുചിയാണ്, ഞാനും ഒന്ന് നോക്കിയതാണ്. ആ രീതിയിൽ ഇത് വിറ്റ് ധാരാളം വിറ്റ് പോകുന്നുണ്ട്. അതിന് പുറമെ ഓമയ്ക്ക, പഴം എന്നും കാണുകയില്ലത്, പഴം അടിച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുന്നു. മോര് 2 രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഒന്ന് ശർക്കര പാനി ചേർത്ത് മധുരം ചേർത്ത മോരും വെള്ളം, പുളിപ്പിച്ച മോരും ചേർത്ത്. മറ്റൊന്ന് ഇഞ്ചി, കരുവേപ്പില, ഉപ്പ് ചേർത്ത് വേറൊരു ഗ്രൂപ്പ്. അത് പറഞ്ഞ് എത്ര സൈസായി. ഇതിനെല്ലാം ആളുണ്ട് കുടിക്കാൻ. അതുകൊണ്ട് സുഭിക്ഷമായിട്ട് കഴിയുന്ന ആ കുടുംബം നന്നായിട്ട് കഴിയുന്നു, സാമ്പത്തിക ഞെരുക്കമില്ലാതെ. ഇതുപോലും ദുരഭിമാനികളായ ഹൈന്ദവൻ ഇതൊന്നും ചെയ്യല. അതിനുള്ള ഉപദേശിക്കാൻ ആളുമില്ല, കാര്യങ്ങളോട്ട് അറിയത്തുമില്ല. ഇതാണ് അവൻ്റെ അവസ്ഥ. ഇത്ര ചെറിയ ബിസിനസ്സാണ് അത്. മൊത്തം അതിന് ചിലവ് 2000-3000 രൂപ ചിലവുള്ളൂ. അതിൻ്റെ ആ തുടങ്ങാൻ വേണ്ടിയുള്ളത് നല്ലൊരു തുകയാണ് ഓരോ ആഴ്ചയിലും കിട്ടുന്നത്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും, 2 കുട്ടികളാണ്, 4 പേരുള്ള ഒരു ഫാമിലിയാണ്, 2 പേരുടെ പഠിത്തവും അവരുടെ കുടുംബകാര്യങ്ങളെല്ലാം നടക്കുന്നു ഇതുകൊണ്ടാണ്, വേറെ അതായില്ല. ഈ രീതിയിൽ ചിന്തിക്കാൻ കഴിയാത്തത് എന്താ ഹൈന്ദവന്? ഹൈന്ദവത്തിൽ ഒത്തിരി ഗ്രൂപ്പുണ്ടല്ലോ, പല ജാതിയായിട്ടൊക്കെ തിരിച്ച്. ആ ജാതി തിരിച്ചാണ് അവരുടെയൊക്കെ വലിയൊരു അധപ്പതന് കാരണമായത്. മോളി മുതൽ കീഴെ വരെയുള്ളവർക്ക് ഇതവസ്ഥ. നമ്പൂരി മുതൽ ഇങ്ങനെ താഴോട്ടുള്ളവർക്ക് എല്ലാ സാമ്പത്തികവും ഒരുപോലെയാണിത്. അല്ലാതെ ഒരാൾക്ക് കൂടുതലോ ഒരാൾക്ക് കുറവൊന്നുമില്ല. ഈ രീതി ഒന്ന് ഒഴിവാക്കാൻ മാർഗമില്ലേ? മറ്റ് സമുദായങ്ങൾക്ക് ഉപദേശിക്കാൻ ആളുണ്ടല്ലോ പ്രാദേശികമായിട്ട്. ഇവിടെ ഉണ്ടോ അത്? ഒരു ഉപദേശവും ആരും കൊടുക്കുന്നില്ല. അവർക്ക് തോന്നുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അറിയത്തില്ലായിട്ട് പകുതി പേർക്കും ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, വരുമാനം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. വരുമാനം ഇല്ലാതെ ഒന്നും നടക്കുകയില്ല. എല്ലാ കാര്യത്തിനും അടിത്തറ വരുമാനമാണ്, പണമാണ്. പണമില്ലാതെ ഒന്നും നടക്കുകയില്ല. ദുരഭിമാനം കൊണ്ടു നടന്നാൽ ഉണ്ടാകാവുന്ന ആ പേര് ദോഷവും വിഷമവും ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. ഒരു ബിസിനസ് കുറഞ്ഞതായാലും ചെയ്ത് അതുകൊണ്ട് പൈസ ഉണ്ടാക്കാമെങ്കിൽ എത്ര ചെറിയ ബിസിനസ്സും വരുമാനം ഉണ്ടാക്കും. എത്ര ചെറുതിനും വരുമാനം ഉണ്ടാക്കാം. ചെറിയ തൊഴിൽ പഠിച്ചാലും വരുമാനം ഉണ്ടാക്കാം. വളരെ ചെറിയ പെയിൻറ്റിങ് പോലും, ഈ പെയിൻറ്റിങ് കട്ടിലും അതുപോലുള്ള സാധനങ്ങളൊക്കെ റീപെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പ്രെയർ വാങ്ങിച്ചു വെച്ചാൽ എല്ലാ വീട്ടിലും അലമാരിയൊക്കെ ഇരിപ്പുണ്ട് പെയിൻ്റ് അടിക്കാറായത്. അവിടെ ചെന്ന് എടുത്ത് അവരുടെ വീട്ടിൽ തന്നെ അടിച്ചു കൊടുത്തോളും, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് അടിച്ചു കൊടുത്തോളും. അതുപോലും ഒരു നല്ല വരുമാനമുള്ള മാർഗ്ഗമാണ്. എന്തെല്ലാം വർക്ക് കിടക്കുന്നു, എന്തെല്ലാം ജോലി, കൊച്ചു കൊച്ചു ബിസിനസ് എല്ലാം കിടക്കുന്നു. ഹൈന്ദവന് ഇതൊന്നും തിരിയല്ലേ? കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാണുമ്പോൾ ഇത് ഓരോ കാര്യം അറിയുമ്പോഴാണ് ഇതിൻ്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അവർക്കത് കഴിയുന്ന ഓരോരുത്തർക്കും ഈ ദുരഭിമാനം പറഞ്ഞ് പണ്ട് എൻ്റെ ഉപ്പാപ്പായ്ക്ക് ഒരു ആനയുണ്ടെന്ന് പറഞ്ഞത് ആ കഥാകൃത്ത് എഴുതി ചുമ്മാതല്ല. അങ്ങനെയാണ് എല്ലാ സമുദായത്തിലും ഉണ്ട്. ഹൈന്ദവൻ്റെ കൂട്ടത്തിൽ കുറേയേറെ കൂടുതലാണ്, മറ്റുള്ളിടത്തുള്ളതിൻ്റെ ഒരു 10 ഇരട്ടി കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഹൈന്ദവൻ്റെ കൂട്ടത്തിൽ. അവനവൻ്റെ കാര്യം നോക്കാനുള്ള കഴിവില്ലെങ്കിൽ, എന്ത് പൈസ ആവശ്യമില്ലെങ്കിൽ എന്ത് പ്രയോജനം? എന്ത് കഷ്ടപ്പാട് സഹിച്ചും സുഖമല്ല ഈ ലോക ജീവിതം. നമുക്ക് സുഖമാണെന്ന് തോന്നും പണമുള്ളവരെങ്കിൽ. അല്ല, പണം ധാരാളം ഉള്ളവനും വലിയ പ്രശ്നങ്ങളാണ്. അതിനേക്കാൾ വളരെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ പണമില്ലാത്തവന്. അവൻ ദുരഭിമാനി ആയതുകൊണ്ടാണ്. ദുരഭിമാനം വിടാമെങ്കിൽ എന്ത് തൊഴിലും ചെയ്യാനും ഏത് രീതിയിൽ ജീവിക്കാനും ന്യായം, നീതി, ധർമ്മം ഇതൊക്കെ കീപ്പ് ചെയ്യണം. പിന്നെ സർക്കാരിൻ്റെ നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ, ഇത്രയും കീപ്പ് ചെയ്താൽ മതി. എന്ത് തൊഴിലും ചെയ്യാൻ തയ്യാറാവണം, എന്ത് തൊഴിലും ചെയ്യണം. ഒരാളുടെ കീഴിൽ പോകാനാണെങ്കിലും കുഴപ്പമില്ല, വരുമാനം കിട്ടിയാൽ മതി. ഏതെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചാലും ഒരു മുതൽ മുടക്കില്ല. നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് മുതൽ മുടക്കാനുള്ള കാശ് ഓരോ വ്യക്തിക്കും. ഒന്ന് കൈയും കാലും അനക്കാനുള്ള ശേഷി, മറ്റൊന്ന് സംസാരിക്കാനുള്ള ശേഷി, മറ്റൊന്ന് ചിന്തിക്കാനുള്ള ശേഷി. ഇല്ലേ? പിന്നെ മറ്റൊരാൾ സോപ്പിട്ടിൻ്റെ കൂടെ വരും, ബിസിനസ്സൊക്കെ വരുമ്പോൾ അതും തന്നെ വന്നോളും. സോപ്പിട്ടില്ലെങ്കിലും ബിസിനസ് പോകും. ഈ രീതിയിൽ എല്ലാ വിഭവങ്ങളും ഈശ്വരൻ തന്നിട്ടുണ്ട് നമുക്ക്. അത് ഉപയോഗിക്കാതെ ഈശ്വരൻ ഇങ്ങോട്ട് എന്നാ തരാനാ ബാക്കി? തന്നത് ഉപയോഗിക്കുക നീ.
അപ്പോൾ ഈശ്വരൻ ബാക്കി തരും. അങ്ങനെയാണ് ടാറ്റ ആദ്യം ഒരു വണ്ടി, ഒരു പെട്രോൾ അടിക്കുന്ന ഈ പെട്രോൾ പമ്പിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായിരുന്നു, ചെറിയൊരു ശമ്പളത്തിൽ. ആ ടാറ്റ ഇന്ന് ലോകപ്രസിദ്ധമായി ടാറ്റ കമ്പനിയുടെ ഓണർ. അദ്ദേഹം തലമുറകൾ കഴിഞ്ഞ് മരിച്ചുപോയി. എന്നാലും ആ തലമുറയിൽപ്പെട്ടവരാണ് ഇപ്പോൾ അതിന് ഓണേഴ്സ്. അത് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകണം, എന്ത് ജോലി. കാലം പോയി ഇപ്പം പൈസ ഉള്ളവന് മാത്രമേ കാര്യങ്ങൾ ഓടിക്കാൻ പറ്റൂ. പൈസ ഉണ്ടെങ്കിൽ എല്ലാമായി, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വിജയം നമുക്ക് കൊയ്യാൻ പറ്റും. പൈസ ഉണ്ടാക്കാൻ ആദ്യം നോക്കുക. ഒന്നാമത്തെ വേണ്ടത് പൈസയാണ്, പണമാണ്. അതിനു വേണ്ടി ഏത് തൊഴിൽ ചെയ്തും എത്ര കഷ്ടപ്പെട്ടും അത് നേടിക്കോണം. എന്ത് കഷ്ടപ്പെട്ടായാലും അത് നേടണം. അത് ഉപദേശിക്കാൻ നമ്മളുടെ ഹിന്ദു സംഘടനകളിൽ നിന്ന് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ്, ഒരു സംഘടന ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും വീടുകളുടെ ഓരോരുത്തരുടെ സ്ഥിതി അവരറിഞ്ഞാൽ മതി, നാട്ടുകാരെ അറിയിക്കേണ്ട. ആ ഗ്രൂപ്പിലുള്ള ഒരു 10 പേരോ 12 പേരോ ചേർന്ന് അവരെ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് ഓരോരുത്തർക്കും വേണ്ട ഉപദേശം കൊടുത്ത് അവരെ രംഗത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് വേണ്ടത്ര സാമ്പത്തിക ഭദ്രത തയ്യാറാക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. സാമ്പത്തിക ഭദ്രത നേരെ ആയിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തോളും. അതിനുള്ള കഴിവ് തന്നെ വരും. നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ നാഡീസിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യും, ബുദ്ധി പ്രവർത്തിക്കും, തൻ്റെ ഇടം ഉണ്ടാവും, ഏതിനെ അതിജീവിക്കാനുള്ളൊരു തൻ്റെ ഇടം വരും. അല്ലെങ്കിൽ പേടിത്തൊണ്ടന്മാരായിട്ട് പോകും ന്യായമായ ഭക്ഷണമില്ലെങ്കിൽ. പ്രോട്ടീൻ ഭക്ഷണത്തിൽ വളരെ അത്യാവശ്യമാണ്, മിനറൽസും. ഇതൊക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാത്ത ഒത്തിരി പേരുണ്ട്. ജീവിതത്തിൻ്റെ ബന്ധപ്പാടിൽ ഇങ്ങനെ കഴിയുന്ന കാരണം ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ എല്ലാ സംഘടനയിൽ നിന്നും ഉള്ള 2 പേര് ചേർന്ന് എല്ലാവരും കൂടി ഒരു സംഘടന ഉണ്ടാക്കണം. അത് അവർ എല്ലാവരെയും കുറിച്ചൊരു പഠനം നടത്തണം കൃത്യമായിട്ട്. അത്രയും പേരല്ലേ അറിയുന്നുള്ളൂ, പുറത്താരും അറിയിക്കേണ്ട. ഒരു വ്യക്തിയെക്കുറിച്ചും ഉള്ള ഒരു വിവരവും പുറത്ത് ഒരു കാരണവശാലും കൊടുക്കുന്നത് ശരിയല്ല. അപ്പം ആ രീതിയിൽ അന്വേഷിച്ചിട്ട് ഓരോരുത്തർക്കും വേണ്ടത് അവരുടെ അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അന്വേഷിച്ച് കൃത്യമായിട്ട് അറിയാമല്ലോ സംസാരത്തിലൊക്കെ. അതറിഞ്ഞ് വേണ്ട സഹായങ്ങൾ സാമ്പത്തികമായിട്ട് കൊടുത്ത് ഒരാളെ തൃപ്തിപ്പെടുത്തുക പറ്റുകയില്ല. കാരണം കാര്യം നടത്താൻ ഒക്കുകയില്ല. എന്നും അങ്ങനെ ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റുകയില്ല. അവനവനെ കൊണ്ട് തന്നെ അവനവനുള്ള സമ്പത്ത് ഉപയോഗിക്കാൻ പഠിക്കണം. ഒന്നാമത്തേതാണ് നമ്മുടെ കൈയും കാലും അനക്കാനുള്ള ശേഷി, രണ്ടാമത് സംസാരിക്കാനുള്ള ശേഷി, മൂന്നാമത് ചിന്തിക്കാനുള്ള ശേഷി. അതൊന്നും ഒത്തിരി ഇല്ലേ പോലും അല്പമെങ്കിലും ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഈശ്വരൻ കൊടുത്ത ടൂളുകളത്, അവന് ജീവിക്കാൻ വേണ്ടി ഈശ്വരൻ കൊടുത്ത ടൂൾസാണത്. അതായത് അത് മുതൽ മുടക്കണം, എന്നിട്ട് ഈശ്വരനോട് അപേക്ഷിക്കണം. അപ്പോൾ ഈശ്വരൻ ബാക്കി തന്നോളും. ഇല്ല, ഇതുപയോഗിക്കാതെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും ഈശ്വരൻ തരികയില്ല. ഇല്ലാത്തവരൊന്നും ആരും കൊടുക്കുകയില്ല, ഉള്ളവരേ കൊടുക്കുകയുള്ളൂ. ഉള്ളവർ വീണ്ടും കൊടുക്കും ദൈവം, ഇല്ലാത്തവരൊന്നും കൊടുക്കുകയില്ല. യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾക്ക് ഈശ്വരൻ്റെ ഒരു കടാക്ഷം, ഈശ്വരൻ്റെ ഒരു സംരക്ഷണം, ഈശ്വരൻ്റെ ഒരു സഹായം വേണമെങ്കിൽ നമ്മൾക്ക് തന്ന വിഭവങ്ങൾ, നമ്മളിൽ ഉള്ള വിഭവങ്ങളെ ഞാൻ പറഞ്ഞത്, കൈയും കാലും ചലിപ്പിക്കാനുള്ള ശക്തി, സംസാരിക്കാനുള്ള ശേഷി, അല്പമെങ്കിലും ചിന്തിക്കാനുള്ള ശേഷി, ഇത്രയും മാത്രം മതി. ഇത്രയും ഉണ്ടെങ്കിൽ, ഇത്രയും ടൂൾസ് കൊണ്ട് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന് കഴിയും. ആ ജ്യൂസിൻ്റെ കടക്കാരനെ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് അതാണ് ഞാനത് പറഞ്ഞത്. നമുക്കാരെങ്കിലും പച്ചമാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അന്ന് ആദ്യം കണ്ടതാണ്. പച്ചമാങ്ങ കൊണ്ട് മധുരം ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ല ഭയങ്കര ടേസ്റ്റാണ്. തൊലി കളയാതെ അരയ്ക്കുന്നത്. അത് ഒരു കഷ്ണം ഒരു പൊള്ളിൻ്റെ ഒരു ലക്ഷം പൊടി അതിന് പകുതി ഇടുകയുള്ളൂ. ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചിട്ട് അരിച്ച് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് പഞ്ചസാര കൊണ്ടിട്ട് ശർക്കര ഇടും. അങ്ങനെ 2 സൈസുണ്ട്. ശർക്കര ഇടുന്നവർക്ക് ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിരിക്കുക കുപ്പിക്കകത്ത്. അത് അല്ലാത്തവർക്ക് പഞ്ചസാര. ഇതിങ്ങനെ ഇട്ട് ഉപ്പ് വേണ്ടവർക്ക് ഉപ്പും ഇഞ്ചി കൂടെ ഇട്ട് അടിച്ചു കൊടുക്കും. അപ്പം ആ രീതിയിൽ കൊടുക്കുന്നു. എത്ര രൂപ ഉണ്ടാകുമെന്നറിയാം. ഒരു കുഴപ്പമില്ല പുള്ളിക്ക്. കൊച്ചു ഗ്രാമത്തിലേക്ക് കട നടക്കുന്നത്. അതൊന്നും ആലോചിച്ച് നോക്കി. ഇതുപോലെ എന്തും ചെയ്യാനുള്ളൊരു ശേഷി, ഒരു മനസ്സുണ്ടായാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ തന്നിട്ടുണ്ട് ഈശ്വരൻ. നമ്മളിലുണ്ട് എല്ലാം. നമുക്ക് ജീവിക്കാനുള്ള മുഴുവൻ ദൈവം തന്ന ഇങ്ങോട്ട് വിട്ടത്. ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് വിട്ടിട്ടേ ഇല്ല ഈ ഭൂമിയിലോട്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ.